രാജപേട്ട സ്ഥലമുണ്ട്. അപ്പോ നേരത്തെ ആണല്ലോ, ഇന്ന് പടം മാറല്ലേ, നല്ല കോളാ. ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചോണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. ഏത് എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലമാവാൻ പാടുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ അവനാണ് അഹങ്കാരം. ശകലം കാണിക്കും. ജോബി, ഗാലറി നമുക്ക് എതിരാണല്ലോടാവേ. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം പന്ന. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ്. വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്ന് ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന്. നല്ല മൂത്തനാണല്ലേ. ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ് അഹങ്കാരം. ശകലം കാണിക്കും. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? ഞാൻ ആ വ്യാഴി തലതല്ലി ചാവും. മാത്രമല്ല 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിന്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആൾ. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണവനാണ്. എല്ലാരും വിളിച്ചു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടി വെച്ച് കൊല്ലണം അപ്പൊ അതിനെ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.